പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 48-ാം അധ്യായം 10-11 തിരുവചനങ്ങളിലൂടെ കർത്താവ് നമ്മോട് അരുളിച്ചെയ്യുകയാണ്. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ, എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്തത്. ഈ വചനം നമ്മെ വളരെയധികം ആശ്വസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന വചനമാണ്. സഹനത്തിൻ്റെയും കഷ്ടതയുടെയും ചൂളയിലൂടെ കർത്താവ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് കർത്താവിന് നമ്മെ സ്വന്തമാക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും സഹനങ്ങളും അതുപോലെ കഷ്ടതകളും രോഗങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ നാം പെട്ടെന്ന് പകച്ചു പോകും. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നാം ചിന്തിക്കും. എന്നാൽ യേശു പറയുകയാണ്, നിനക്ക് സഹനങ്ങളും കഷ്ടതകളും എല്ലാം നൽകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മെ സ്വന്തമാക്കാൻ വേണ്ടിയാണ്. നമ്മെ കർത്താവിന് വേണ്ടി ഒരുക്കിയെടുക്കുകയാണ്. സഹനങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. രോഗങ്ങളായും സാമ്പത്തിക ബുദ്ധിമുട്ടുകളായും നിന്ദനങ്ങളായും സ്നേഹിച്ചവർ നമ്മെ തള്ളിപ്പറയുന്നതായും ഒറ്റിക്കൊടുക്കുന്നതായും നമ്മെ അകറ്റി നിർത്തുന്നതായും പല തരത്തിലുള്ള സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. നമ്മുടെ അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ തന്നെ ധാരാളം മതി. മറ്റു സഹനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് അല്ലെങ്കിൽ ആ സഹനങ്ങളെ തേടി നാം നടക്കേണ്ടതില്ല. ദൈവം തന്നെ അനുദിന ജീവിതത്തിൽ നമുക്ക് സഹനങ്ങൾ നൽകുന്നുണ്ട്. അത് കുടുംബത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ഒക്കെ ഉണ്ടാകാം. സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശ തോന്നാം. എന്നാൽ നിരാശ കൊണ്ടുവരുന്നത് സാത്താനാണെന്ന് നാം അറിഞ്ഞിരിക്കണം. സാത്താൻ്റെ കെണിയിൽ നാം പെട്ടുപോകരുത്. നാം ചിന്തിക്കേണ്ടത്, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. എല്ലാ സഹനങ്ങളും നമ്മുടെ നന്മയ്ക്കായി ദൈവം മാറ്റും. ക്രിസ്തുവിന് വേണ്ടി സഹിക്കുവാനുള്ള അവസരവും അനുഗ്രഹവും നമുക്ക് ഇതിലൂടെ ലഭിക്കുകയാണ്. ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. ജീവിത പങ്കാളിയിൽ നിന്നോ മക്കളിൽ നിന്നോ ആര് നമ്മെ തള്ളിപ്പറഞ്ഞാലും ഒറ്റിക്കൊടുത്താലും വഞ്ചിച്ചാലും ഒരിക്കലും നമ്മെ വിട്ടുപിരിയാത്ത, നമ്മെ തള്ളിപ്പറയാത്ത ഒരു കർത്താവ് നമുക്കുണ്ട്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ആ യേശുനാഥൻ എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. നാം ഓരോരുത്തർക്കും വേണ്ടി കുരിശിൽ അതിദാരുണമായ വിധത്തിൽ പീഡകൾ സഹിച്ച് യേശു ബലിയർപ്പിച്ചു. ഈ യേശുവിന് വേണ്ടിയാണ് നാം ജീവിക്കേണ്ടത്. യേശുവിൻ്റെ സഹനത്തിൽ നാം പങ്കുകാരാകുകയാണ് ചെയ്യുന്നത്. നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്ന് നാം അനുഭവിക്കുന്ന സഹനങ്ങളും കഷ്ടതകളും രോഗങ്ങളും നിസ്സാരമാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വളരെയധികം ആശ്വാസവും സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ കരുതലും കരുണയും സ്നേഹവും സമൃദ്ധമായി നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു നല്ല ചിന്തയോടെ ഓരോ ദിവസവും സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ പിറുപിറുക്ക് കൂടാതെ, നിരാശ കൂടാതെ, പ്രത്യാശയോടെ ദൈവകരങ്ങളിൽ നിന്ന് സഹനങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.